ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും പോലീസ് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബി ചെമ്മണ്ണൂരിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതിനു ശേഷം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തിയോഫിനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ചേരുന്നത്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. കാവ്യ, ഗുഡ് മോർണിംഗ്. വലിയ നിയമ നടപടിക്രമങ്ങളിലേക്ക് ഈ വിഷയം കടന്നിരിക്കുകയാണ്. അറസ്റ്റിന് പിന്നാലെയുള്ള സ്വാഭാവികമായ നടപടിക്രമം കോടതിയിൽ ഹാജരാക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മൊബൈൽ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനുള്ള തീരുമാനമുണ്ട്. നിലവിൽ പോലീസ് പറയുന്ന കാര്യങ്ങൾ ഇന്നലെ രാത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും തുടർ പരിശോധനകൾ ഉണ്ടായോ തിയോഫിൻ? കാവ്യ, ഇന്നലെ രാത്രി അതായത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മെഡിക്കൽ പരിശോധന എന്ന് പറഞ്ഞത് സ്വാഭാവിക നടപടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ മെഡിക്കൽ പരിശോധന നടത്തിയത്. അതിനുശേഷം തിരികെ ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ഇവിടെയുണ്ട് ബോബി ചെമ്മണ്ണൂർ, ഇതിനകത്തുണ്ട്. ഇദ്ദേഹത്തെ 11 മണിയോടെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കും. ഈ CJM കോടതിയിലാണ് ഇന്നലെ ഹണി റോസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഹണി റോസ് രഹസ്യമൊഴി നൽകിയ സാഹചര്യത്തിൽ അതുകൂടി പരിഗണിച്ചാവും ഇന്ന് ഈ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമ്പോൾ കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വേഗത്തിലാണ്, ചടുല വേഗത്തിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. ഈ കേസിൽ കഴിഞ്ഞ ദിവസം ഹണി റോസ് പരാതി നൽകി വിശദമായ വിവരങ്ങൾ മൊഴി പോലീസ് രേഖപ്പെടുത്തിയ ശേഷം 2 മണിക്കൂറിനുള്ളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് കഴിഞ്ഞ ദിവസം രാത്രി FIR വൈകുന്നേരത്തോടുകൂടി FIR ആകുന്നു. അന്ന് രാത്രി തന്നെ പോലീസ് സംഘം, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പ്രത്യേക സംഘം വയനാട്ടിലേക്ക് പുറപ്പെടുന്നു. ഇന്നലെ രാവിലെ വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂരിന്റെ എസ്റ്റേറ്റിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് പോലീസ് ജീപ്പിൽ കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയിൽ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി എത്തുന്നു. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രി മെഡിക്കൽ പരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്നലെ ഒരു രാത്രി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞത്. ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇത്തരത്തിലൊരു ലൈംഗിക അധിക്ഷേപം, ഒരു പരാതി, ലൈംഗിക അതിക്രമം, ലൈംഗിക അധിക്ഷേപം ഇതെല്ലാം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സന്ദേശം കൂടിയാണിത്. അതോടൊപ്പം ഹണി റോസ് നൽകിയ മറ്റൊരു പരാതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയ ഒട്ടനവധി പേരുണ്ട്. ഈ ബോബി ചെമ്മണ്ണൂരിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റിട്ടവർ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹണി റോസിന്റെ മറ്റ് വീഡിയോകൾ വരുമ്പോൾ അതിന് താഴെ അധിക്ഷേപ കമന്റുകൾ രേഖപ്പെടുത്തിയവർ, ഹണി റോസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ അവരിടുന്ന പോസ്റ്റുകൾക്ക് താഴെ അപകീർത്തികരമായ രീതിയിൽ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തിയ നിരവധി വ്യക്തികളുണ്ട്. ഇവർക്കെല്ലാം എതിരെ കേസുണ്ട്. ഇതിൽ 20ഓളം അക്കൗണ്ടുകൾ ഇത്തരത്തിൽ പരാമർശം നടത്തിയവർ, ലൈംഗിക അധിക്ഷേപം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നടത്തിയവരെ പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ 5ലധികം വ്യാജ ഐഡികളുണ്ട്, ഫേക്ക് ഐഡികളുണ്ട്. ഈ ഫേക്ക് ഐഡികളെ കുറിച്ച് പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അധികൃതരോട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. ഈ ഫേക്ക് ഐഡികൾ എവിടെ നിന്നാണ്, ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കുന്നുണ്ട്. ഇതിനൊരു സംശയം കൂടി ബാക്കിയുള്ളത്, ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഇത് ചെയ്തതാണോ, ഫേക്ക് ഐഡി ഉണ്ടാക്കി ചെയ്തതാണോ എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരക്കാരെ കൂടി വളരെ പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കും. ഹണി റോസ് പരാതി നൽകിയതിന് ശേഷം ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർക്കെതിരെ അധിക്ഷേപകരമായ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന കമന്റുകൾ ഇടുന്നവർക്കെതിരെ ഉടനടി നടപടി ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ കേസെടുത്ത അറസ്റ്റിലേക്ക് വരെ കടക്കുമെന്ന സൂചന പോലീസ് നേരത്തെ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ്. എന്തായാലും ഈ പരാതിയിൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബോബി ചെമ്മണ്ണൂരിനെ 11 മണിയോടുകൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് കോടതിയാകും തീരുമാനിക്കുക ജാമ്യം നൽകണോ അതോ ജയിലിലേക്ക് വിടണോ എന്ന കാര്യം. കാവ്യ, ബോബി ചെമ്മണ്ണൂരിൻ്റെതായ ഒരു പ്രതികരണം വരുന്നുണ്ടായിരുന്നുവല്ലോ കഴിഞ്ഞ മണിക്കൂറുകളിൽ. അത് എന്തായിരുന്നു, എന്താണ് ഈ ഒരു ഈ വിഷയത്തിന്റെ ഒരു ഗൗരവ സ്വഭാവം മനസ്സിലാക്കിയുള്ള പ്രതികരണമാണോ നടത്തിയത്? അല്ല എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാവ്യ ഇത്തരത്തിലൊരു പരാമർശം നടത്തി അല്ലെങ്കിൽ താൻ പല തവണ സോഷ്യൽ മീഡിയയിൽ
വീഡിയോകളിൽ ഉൾപ്പെടെ നടത്തിയ പരാമർശങ്ങളിലൊന്നും കുറ്റബോധം ബോബി ചെമ്മണ്ണൂരിനില്ല. താൻ ചെയ്തത് തെറ്റല്ല എന്നൊരു ധാരണയാണ്, അല്ലെങ്കിൽ ആ ഒരു വിചാരത്തോടു കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചത്. തനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗമുള്ള കമന്റുകൾ നടത്തി എന്നത്, അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചു എന്നത് മാത്രമാണ് തനിക്കെതിരെയുള്ള കുറ്റം എന്നാണ് ഇന്നലെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കേസ്. പോലീസ് ഇതുവരെ എടുത്തിട്ടുള്ള വകുപ്പുകൾ 75(1) സബ്സെക്ഷൻ 1 and 4, അതോടൊപ്പം തന്നെ VNS ഭാരതീയ ന്യായ സംഹിത പ്രകാരം വകുപ്പ് 67 IT ആക്ട് ഉൾപ്പെടുന്ന വകുപ്പ്, ഈ 3 വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനും ഇന്നലെ അറിയാവുന്നത്. അദ്ദേഹം അത് ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. ഈ 3 വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 3 വകുപ്പുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ ഒരു പക്ഷേ കോടതിയിൽ നിന്ന് താൽക്കാലിക ഒരു ഇടക്കാല ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിന് പിന്നിൽ മറ്റൊന്ന് നിലനിൽക്കുന്നത് ഹണിറോസ് നൽകിയ ഒരു രഹസ്യ മൊഴിയുണ്ട്, മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യ മൊഴിയുണ്ട് ഇന്നലെ നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം വിവരങ്ങളാണ് മജിസ്ട്രേറ്റിനോട് പങ്കുവച്ചിട്ടുള്ളത് എന്നത് കൂടി കണക്കിലെടുത്താവും കോടതിയുടെ തീരുമാനം. എന്തായാലും താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന ഒരു നിലപാടിലാണ് ബോബി ചെമ്മണ്ണൂർ. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി മറ്റെല്ലാവർക്കും, അതായത് ഇത്തരം വീഡിയോകൾ കണ്ടവർക്കെല്ലാം അത് അധിക്ഷേപ പരാമർശങ്ങളാണ് എന്നത് തോന്നിയിട്ട് പോലും ബോബി ചെമ്മണ്ണൂരിന് അത്തരത്തിലുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. താൻ കുറ്റം ചെയ്തിട്ടില്ല, ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നൊരു പരാതി തനിക്കെതിരെ ഉണ്ട്, അത് മാത്രമാണ് കുറ്റമായി നിൽക്കുന്നത് എന്ന രീതിയിലാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. താൻ കുറ്റം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറ്റബോധം ബോബി ചെമ്മണ്ണൂരിനില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വേഗം തന്നെ നടപടിയുണ്ടായി. പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി, വൈദ്യപരിശോധന നടത്തി. അതിനുശേഷം ഇന്നലെ രാത്രി മുഴുവൻ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കാവ്യ.